ഉണ്ടാകട്ടെ. സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. ില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീട് പണിയാതിരുന്നാൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്നു മുതൽ കട്ടള വെച്ച് തുടർന്നുള്ള പണികൾ ചെയ്യുമ്പോൾ ഇതുവരെയും വ്യാപിച്ച ദൈവത്തിന്റെ ധാരാളമായ കൃപകൾ ഇനിയും തുടർന്നും വ്യാപിക്കാൻ വേണ്ടി അനുഗ്രഹമായി മനോഹരമായ ബലവത്തായ ലാലയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൃപയ്ക്കായി വീണ്ടും നമുക്ക് ദൈവപാദന്റെ കടത്തിയിടാം. പ്രാർത്ഥിക്കാം. അവിടുന്ന് പ്രധാന മൂലക്കല്ലും ഉറപ്പുള്ള അടിസ്ഥാനവും കർത്താവ് തന്നെ വാതിൽ എന്ന് വെളിപ്പെടുത്തിയതിനും അവിടുന്ന് മാത്രമാകുന്നു. ഇവിടെ അടിസ്ഥാനക്കല്ല് സ്ഥാപിക്കുവാനും ഈ സമയത്ത് കട്ടള കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് കർത്താവേ ദേവാലയത്തിന്റെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാനും അവർ ഞങ്ങൾക്ക് അവസരം നൽകിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുസഭയ്ക്കായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രവൃത്തി അവിടുത്തെ പരിശുദ്ധനാമങ്ങളുടെ പുകഴ്ചയ്ക്കും മഹത്വപരമായി ആരംഭിച്ച് നടത്തി അവസാനിപ്പിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടുന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തനിയെ ഒരു കാര്യവും നന്നായി ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി സർവ്വം നന്നായി ചെയ്യും. ഞങ്ങളുടെ കരങ്ങളിൽ സമസ്ത കാര്യങ്ങളും ധർമ്മേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാനമായി അതിൻ്റെ കട്ടള കർത്താവെ നമ്മുടെ നാമത്തിൽ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കട്ടള നാം ശുദ്ധീകരിക്കും. കർത്താവെ, ഇതിവിടെ സ്ഥാപിച്ച് ഉന്നത പണികൾ അത്രയും വേഗത്തിലും മനോഹരമായും ബലവത്തായും പൂർത്തീകരിക്കപ്പെടുവാൻ നമ്മുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ഉണ്ടാകണം നോക്കുന്നു മാത്രം യേശുവിനെ പ്രാർത്ഥിക്കുന്നു. കേരള ചേർന്ന് 24-ാമത്തെ ചേർന്ന്
അവരെ പ്രായമുള്ളവരെ എല്ലാവരും ചേർന്നാണ് ഈ കാര്യം ചെയ്യുന്നത്. അതിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ മുസ്ലിംമാരും പ്രവർത്തിക്കുന്നു. അവർ പറയുന്നതനുസരിച്ച് എല്ലാവരും സ്തോത്രം പറയും. ഇവിടെ വെക്കുമ്പോൾ അതിൽ പറഞ്ഞു അത് പറയൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കട്ടള നാം ഇവിടെ സ്ഥാപിക്കുന്നു. നമുക്കൊരു മൂന്നാമത്തെ ദേവാലയം അതിൻ്റെ അടിസ്ഥാന ഘട്ടത്തിൽ സ്ഥാപിക്കുവാനും അവയുടെ ആവശ്യത്തെ ഞങ്ങൾക്ക് വേണ്ടി ഇത് കാണുവാനടിയെ ജീവനോടെ ഞങ്ങളുടെ സഭാമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അധ്യക്ഷനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അച്ഛന്മാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളേറെ വിനയത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിലവിളിയുടെ ദൈവമേ, ഇതിൻ്റെ തുടർന്നുള്ള പണികളും ശുശ്രൂഷകളുമെല്ലാം ദൈവഹിതപ്രകാരം വേഗത്തിൽ പൂർത്തീകരിക്കുക. ഇതിൻ്റെ പണികൾ ചെയ്യുന്നതിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് തുടർന്നുള്ള പണികാര്യങ്ങൾ അത്രയും മനോഹരമായ ബലവത്തായി ദൈവത്തിൻ്റെ ധാരാളമായ കൃപകൾ അനുഗ്രഹങ്ങൾ നമ്മേൽ പകരപ്പെടുന്നത് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് പണിയിൽ ഏർപ്പെടുന്ന ഓരോ മക്കളെയും ഓർക്കാൻ ശക്തമായ ആപത്തുകളാണ് പ്രയാസങ്ങൾ ജവാലികളും പണിക്ക് മേലോട്ടം വഹിക്കുന്ന കോൺട്രാക്ടർമാരും മറ്റേ പണികൾ ചെയ്യുന്നവർ അവരെല്ലാവരും നോക്കിയ സമയത്ത് ഓർക്കാം. ഇതിൻ്റെ ബസ് വർക്ക്, മറ്റുള്ള മേച്ചിൽ കാര്യങ്ങൾ, മറ്റേ
പണികൾ, പെയിൻറ്റിങ്, എല്ലാ പണികളെയും നമുക്ക് ഈ സമയത്ത് എല്ലാ കട്ടസമയം മനോഹരമായി പൂർത്തീകരിക്കപ്പെടുവാൻ, വിലവർത്താത്ത പൂർത്തീകരിക്കപ്പെടുവാൻ ഉണ്ടാകും. നമ്മൾ ധ്യാനിച്ചതുപോലെ നല്ല മനസ്സോടെ കൊടുക്കാൻ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതോ ഓരോരുടെ മനസ്സിൽ ഈ അതിശ്രേഷ്ഠമായ ദേവാലയം നമ്മൾക്ക് വേണ്ടിയുള്ള മന്ദിരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു പ്രേരിതരായി കൊടുക്കുവാൻ, ഇനിയും ദാനങ്ങൾ നൽകുവാനുള്ളത് ഇതുവരെയും അനുഗ്രഹിക്കുവാൻ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ഞങ്ങളുടെ കർത്താവേ, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു നിവാസം ഉണ്ടാക്കണം എന്ന് അവിടുന്ന് കൽപ്പിക്കുകയും അവിടുത്തെ ജനത്തോട് നല്ല മനസ്സോടുകൂടെ അത് നൽകുവാനും അങ്ങനെ അങ്ങേ ആരാധിക്കുന്ന പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമുള്ള കർത്താവേ സമാഗമന കൂടാരം പണിയുവാൻ അവിടുന്ന് അനുവദിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, സലോമോൻ രാജാവിലൂടെ അതിനെ പണിത് പൂർത്തീകരിച്ച് അവിടുന്ന് വെളിപ്പെടുത്തിയ കർത്താവേ, ഹല്ലേലൂയ, ഞാൻ മന്ദിരമാകുന്നു എന്ന് വെളിപ്പെടുത്തിയ ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകുവാൻ അങ്ങേക്ക് തിരികതമായല്ലോ. ഞങ്ങളുടെ ദേശത്തിലേക്ക് ദൈവവചനമായി കടന്നു വന്ന മിഷണർമാര്, ദൈവവേലക്കാർ എന്നിവർക്കായി സ്തോത്രം. അവരിലൂടെ വെളിപ്പെട്ട ദൈവവചനത്തെ വിശ്വാസത്താൽ സ്വീകരിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി അനുഭവിച്ചറിഞ്ഞ് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരെയും മാതാക്കന്മാരെയും അവിടെ ഇടയാക്കി ഞങ്ങളെ ഒരു മഹായിടവയായി കർത്താവ് ഈ നാളിൽ അവിടെ വഴി നടത്തുന്ന ആ മഹാസ്നേഹത്തിനായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് കർത്താവിന് നൽകുന്ന അഭിനന്ദ ഫ്രാൻസ് തിരുമേനിക്കായി, കർത്താവിന്റെ ഫ്രാൻസ് കൊച്ചമ്മയ്ക്കായും കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഈ ദേവാലയത്തെ കർത്താവെ കരിമ്പൻ ദേശത്തില് ഈ മണ്ണിന്മേൽ പണിയുവാൻ തക്കവണ്ണം ഈ മണ്ണിനെ അവിടുത്തെ വിശുദ്ധീകരിച്ച അവിടുത്തെ വിശുദ്ധ രക്തം കൊണ്ട് വേർതിരിച്ചതിനായി നന്ദി പറയുന്നു. ഇതിന്റെ അടിസ്ഥാന കല്ലിട്ട നാട് മുതൽ ഇന്നുവരെ നടത്തപ്പെട്ട പണികൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ കർത്താവെ വാതിലാകുന്നു എന്ന് വെളിപ്പെടുത്തിയ കർത്താവിനെ തിരിച്ചറിയുന്ന വാതിലിനെ തിരിച്ചറിയുമ്പോൾ ഞങ്ങളുടെ രക്ഷകനെ കാണുന്ന മക്കളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും അകത്ത് കടന്ന് രക്ഷ പ്രാപിപ്പാനും മേച്ചൽ കണ്ടെത്തുവാനും അവിടുന്ന് ഹല്ലേലൂയ കർത്താവെ വാതിലെന്ന മുഖാന്തരത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ദൈവമാകുന്നുവല്ലോ. ആ രക്ഷയുടെ കർത്താവ് വാതിലിന്റെ അനുഭവമായി ഞങ്ങൾക്ക് നൽകിയ ദേവാലയത്തിനായും കർത്താവിന്റെ പണികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതോട് ചേർന്ന് പണിയപ്പെടേണ്ടെന്ന കർത്താവിന്റെ റൂഫിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. സ്ട്രെസ് വർക്കിനായി നന്ദി പറയുന്നു. അതിന്റെ ഷീറ്റിന്റെ വർക്കുകൾക്കായി നന്ദി പറയുന്നു. എന്റെ ദൈവമായ കർത്താവിന്റെ പ്ലാസ്റ്ററിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഫൗണ്ടേഷന്റെ എല്ലാ പണികൾക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവ് ഇവിടെ ഫ്ലോറിങ്ങിന്റെ ടൈൽസിനായി ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഭിത്തികളുടെ പ്ലാസ്റ്ററിങ്ങിനായി സ്തോത്രം ചെയ്യുകയാണ്. എന്റെ ദൈവമായ കർത്താവ് വയറിങ്ങിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്ലംബിംഗ് വർക്കിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിലെല്ലാ പെയിന്റിംഗ് വർക്കുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിലെ കർത്താവ് പണി പൂർത്തീകരിക്കപ്പെടേണ്ടുന്ന സകല പണികളും ഏറ്റവും അനുഗ്രഹമായി എന്റെ ദൈവം പണിയുമാറാകണമേ. തടസ്സങ്ങളെ അവിടുന്ന് മാറ്റുന്നതിനായി മാറ്റിയിരിക്കുക. സ്തോത്രം. ആവശ്യമായ സമ്പത്തിനെ അവിടെ ജനങ്ങളിലൂടെ കർത്താവിന്റെ സ്വർഗത്തിന്റെ കിടവാതിൽ തുറന്ന് അവിടെ അനുഗ്രഹങ്ങൾ നിറച്ച് വീണ്ടെടുത്തുമാറാകണമേ. നേതൃത്വം നൽകുന്ന പണിക്കാരെ കർത്താവെ ഏറ്റെടുത്ത് നടത്തുന്ന കർത്താവെ കോൺട്രാക്ടറെയും ടീമിനെയും അവിടെ അനുഗ്രഹിക്കണമേ. ബിൽഡിംഗ് കമ്മിറ്റിയെയും ചർച്ച കമ്മിറ്റിയെയും കർത്താവ് ഇടവയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവ് ജിബി അച്ഛനെയും കുടുംബത്തെയും ഈ ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്ന ബിനോയ് അച്ഛനെയും കുടുംബത്തെയും കർത്താവ് ഉടമസഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന അവിടെ ശുശ്രൂഷ എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ച് ഏറ്റവും വേഗത്തില് ഏറ്റവും മനോഹരമായി ഈ ദേവാലയം പണി പൂർത്തീകരിച്ച് അടികൾക്ക് കടന്നു വന്ന് ഇത് പ്രതിഷ്ഠിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ യാരെ അവിടെ ഞങ്ങൾ നൽകി തരുമാറാകണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അനുകൂലം വന്ന കാലാവസ്ഥകളെ അവിടുന്ന് കൽപ്പിച്ച് തരുമാറാകണമേ. ദൈവമേ, ഞങ്ങൾക്ക് സ്വന്തമായി കാലാവസ്ഥയെ നിയന്ത്രിപ്പാൻ ഞങ്ങൾക്ക് ആവില്ല. അവിടെ ഞങ്ങളോട് തോന്നി കർത്താവെ അനുകൂലമായ സാഹചര്യം നൽകണമേ. ആപത്തുകളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ യാതൊരു സാമ്പത്തിക പ്രതിസന്ധികളോ വരാതെ കർത്താവിന്റെ പണികൾ മുന്നേറേണ്ടതിന് കർത്താവെ സഹായിപ്പാൻ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളില് അവിടുന്ന് ഇടപെടുമാറാകണം. അവിടെ ഞങ്ങളെ സഹായിക്കുന്നതായ നന്ദിയോട് സ്തോത്രം. തുടർന്നുള്ള ഞങ്ങളെല്ലാ ജീവിതയാത്രയും
ദൈവസന്നിധിയില് നിത്യ സ്വർഗത്തില് നിത്യ ആരാധനയ്ക്ക് യോഗ്യതയുള്ള അനുഭവത്തിൽ ജീവിപ്പാൻ അവിടെ ഞങ്ങളെല്ലാവരെയും അവിടെ ഒരുക്കുകയും അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ചോദിച്ചത് അധികമായ നന്മകളിലൂടെ അവിടെ ഞങ്ങളെ പരിപാലിക്കണമേ. സകലം ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ ജീവന്റെ നാമത്തിൽ ഞങ്ങളേവരും ചേർന്ന് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടാൻ നമ്മൾ നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും പ്രത്യേകിച്ച് ആലയത്തിന്റെ തുടർന്നുള്ള പണികാര്യങ്ങളോടും മനോഹരമായ പൂർത്തിനത്തോടും ബലവത്തായ പൂർത്തിനത്തോടും